ചെയ്യുന്നു. അതോടൊപ്പം കടന്നു വന്നിരിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും സ്വാഗതവും അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ പുതുവർഷത്തിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം മുഴുവനും നമുക്ക് ഭൂമിയിൽ ജീവിച്ചിരിപ്പാൻ കർത്താവ് കൃപ തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ വർഷം കാണുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. നമ്മുടെ ശരീരത്തിലെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് കണ്ണ് എന്നുള്ളത്. നമുക്ക് കാണുവാൻ കഴിയുക. ഇപ്പം നമുക്കറിയാം, ഇവിടെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഓഫാണ്, അതുകൊണ്ട് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ അന്യോന്യം കാണുക എന്ന് പറയും. നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ട്. ഈ സന്തോഷം ഒരിക്കലും ചെറുതല്ല എന്ന് കാണുവാനും സാധിക്കും. സ്വർഗത്തിലെ ദൈവം ഭൂമിയെയും അതിലെ സകല ചരാചരങ്ങളെയും നിർമ്മിച്ച സമയത്തും കർത്താവ് ഓരോ സൃഷ്ടിയും കഴിഞ്ഞതിന് ശേഷം കർത്താവ് അതിനെ നോക്കി കണ്ടു. ഞാനും അല്പസ്വല്പം പടമൊക്കെ വരയ്ക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് പെയിന്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഈ പെയിന്റിങ് ഞാൻ ഇങ്ങനെ കുറച്ചേറെ ഇങ്ങനെ നോക്കിയിരിക്കും, അതിന്റെ കുറവുകളും അതിന്റെ ഭംഗിയും. ഏറ്റവും ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈ കലാകാരൻ തന്നെയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സ്വർഗത്തിലെ ദൈവവും ഇത്ര വലിയൊരു കലാകാരനാണ്. അതുകൊണ്ട് തൻ്റെ സൃഷ്ടി കർമ്മം ഓരോ ദിവസവും കഴിയുമ്പോഴും താൻ അത് നല്ലത് എന്ന് കണ്ടു, താൻ അത് കാണുകയുണ്ടായി, ആസ്വദിക്കുകയുണ്ടായി. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ പിശാച് മനുഷ്യരോട് ഒരു പ്രത്യേക കാര്യം പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 5-ാം വാക്യത്തില്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഈ പഴം തിന്നരുത് എന്ന കർത്താവിന്റെ കൽപ്പന, തിന്നുന്ന നാളിൽ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞത്, പാമ്പ് വളരെയധികം വിദഗ്ധമായിട്ട് അതിനെ തിരുത്തി പറയുകയാണ്. ഈ പഴം തിന്നുമ്പോൾ ഇത് നിന്റെ കണ്ണ് തുറക്കുവാനും അതുപോലെ നീ നന്മതിന്മകളെ കാണുമ്പോൾ ദൈവത്തെ പോലെ ആയിത്തീരുകയും ചെയ്യും എന്ന് കബളിപ്പിച്ച് മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കുവാൻ ശ്രമിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 6-ാം വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നു, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും, അടുത്ത ശ്രദ്ധിക്കുക, കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. ഇവിടെ നാം കാണുന്നുണ്ട് ഈ തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ നമുക്കറിയാം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതാണ് നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നത്. മനുഷ്യൻ എപ്പോൾ ഈ പഴം തിന്നോ അപ്പോൾ അവന്റെ കണ്ണ് തുറന്ന് അവൻ ആദ്യമായി കാണുന്നത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നര് എന്ന് അറിഞ്ഞു എന്നാണ് നാം കാണുന്നത്. പിശാച് കണ്ണ് തുറപ്പിക്കുമ്പോൾ നാം കാണണ്ടാത്തതാണ് പലപ്പോഴും കാണുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ്. അത് നാളിതുവരെയും എത്ര മനുഷ്യന്റെ പുരോഗതി ഉയർന്നു പോയാലും, മനുഷ്യന്റെ സാങ്കേതിക വിദ്യകളൊക്കെ എത്ര ഉന്നമനത്തിലേക്ക് വന്നാലും, പിശാച് കാണിച്ചു തരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അത് നമുക്ക് നല്ലതിനല്ല, ദോഷത്തിന് ഇടയായിത്തീരും എന്നുള്ളത് പ്രാരംഭമായി തന്നെ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ശരീരത്തിന്റെ വിളക്ക് കണ്ണ് ആകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. അപ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഈ കണ്ണുകൾ ദൈവം വളരെ പ്രത്യേകമായി, വളരെ വിദഗ്ധമായിട്ടാണ് നമുക്ക് അത് സ്ഥാപിച്ചു തന്നിരിക്കുന്നത്. തലയിൽ തന്നെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ
അനവധി ദോഷങ്ങൾ വരുത്തി വയ്ക്കുവാനും സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ കണ്ണ് എന്നുള്ളത്. ഈ കണ്ണുകൊണ്ട് നമ്മൾ പലതും കാണും. എന്നാൽ ഇന്ന് രാത്രി നാം ചുരുക്കമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതിനേക്കാൾ ഗൗരവമാണ് നമ്മൾ കാണുന്നത് എങ്ങനെ കാണുന്നു എന്നുള്ളത്. എന്ത് കാണുന്നു എന്നുള്ളതിനേക്കാൾ വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് നാം കാണുന്നത് എങ്ങനെ കാണുന്നു. ഓരോരുത്തരെയും കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ വ്യക്തിയുടെ ജീവിതം മുഴുവനും മുന്നോട്ട് പോകുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കാഴ്ചകളൊക്കെ കാണുവാൻ ഇഷ്ടമുള്ളവരാണ് നമുക്ക്. മനുഷ്യന്റെ പാപം അവന്റെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ കണ്ണ് എപ്പോഴും കൊതിക്കുന്നത് കാണുവാൻ പാടില്ലാത്തത് കാണുവാനാണ്. അതാണ് എപ്പോഴും മനുഷ്യന്റെ കണ്ണ് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാപത്തിന്റെ ഒരു അവസ്ഥയാണ്, പാപത്തിന്റെ ഒരു പ്രത്യേക സ്വഭാവ രീതിയാണ്. എന്നാൽ വിശ്വാസികളായ നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ കണ്ണ് വളരെ ഡെലിക്കേറ്റ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് വേണ്ടി കർത്താവ് നിർമ്മിച്ചു തന്നിരിക്കുന്ന ഈ കണ്ണുകൾ കൊണ്ട് നാം എങ്ങനെ കാണുന്നു എന്ന് ഉള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി പുതിയ വർഷം ആരംഭിക്കുമ്പോൾ തന്നെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഒരുപാട് പാപപ്രവർത്തികളെ നമുക്ക് അയറ്റി നിർത്തുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വേദനകൾ സമ്മാനിച്ച, നമ്മുടെ കാഴ്ചപ്പാടിനെ ഒന്ന് മാറ്റിമറിക്കുവാൻ സാധിച്ച, തീർച്ചയായിട്ടും ഈ പുതിയ വർഷം നമുക്ക് വളരെ അനുഗ്രഹപ്രദമായി തീരും. ഈ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക എന്നുള്ളതിനേക്കാൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ കാണുക എന്നുള്ളതാണ്. ലുദിയയുടെ ഹൃദയം തുറന്നു എന്ന് നമുക്ക് ദൈവത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നാം കാണുന്നത് എന്ത് എന്നുള്ളതിനേക്കാൾ നാം എങ്ങനെ കാണുന്നു, നാം കാണുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. വൈ ഡു വി സീ വാട്ട് വി സീ? നാം കാണുന്നത് എന്തിനു കാണുന്നു? കണ്ണ് കേടുള്ളതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ അരുതാത്തത് കണ്ട് അയൽവക്കക്കാരുടെയൊക്കെ ജീവിതത്തിൽ ഉള്ളതും, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിലുള്ളതും അവരുടെ കുടുംബത്തിലുള്ളതും ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണണ്ടാത്തതൊക്കെ കണ്ട് സംസാരിക്കുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങളൊക്കെ ഈ വർഷം നമുക്ക് പരിഹരിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ വചന കേൾവി മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പണ്ടൊരു ദേവദാസൻ ഒരു വെള്ള ബോർഡ് കൊണ്ടുവച്ചിട്ട് അവിടെ ഇരിക്കുന്ന വലിയൊരു ഓഡിയൻസ് ആണ്. ആ ഓഡിയൻസിലുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഈ വെള്ള ബോർഡ് നല്ല വലിപ്പമുണ്ട്, വലിപ്പത്തിലുള്ള ഒരു വെള്ള ബോർഡാണ്. പക്ഷെ ആ വെള്ള ബോർഡിനകത്ത് ചെറിയൊരു കറുത്തൊരു കുത്തുണ്ടായിരുന്നു. അപ്പൊ ഓഡിയൻസിന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ ഒരു കറുത്ത കുത്താണ് കാണുന്നത്. ശരിയല്ലേ? നമ്മുടെ അയൽവക്കക്കാരുടെ ജീവിതത്തിൽ, നമ്മുടെ ഭർത്താവിന്റെ ജീവിതത്തിൽ, ഭാര്യയുടെ ജീവിതത്തിൽ, മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വന്തക്കാരുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ നന്മകളുണ്ട്, എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നാം ഈ നല്ലത് കാണാതെ വേണ്ടാത്തത് മാത്രം കണ്ട് ചിലരെ നമ്മൾ മാറ്റി നിർത്തുന്നതും കുറ്റപ്പെടുത്തുന്നതും? അങ്ങനെ ഒരു രീതി ഒരുപക്ഷെ ഈ വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ, നമ്മുടെ കണ്ണ് ചുവള്ളതായിരിക്കാൻ, ശരീരം മുഴുവൻ പ്രകാശപൂരിതമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചില ഉദാഹരണങ്ങൾ മാത്രം ദൈവത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 44-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. നമുക്ക് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ ചരിത്ര സംഭവം ഇതാണ്. അവിടെ ഒരു പരീശൻ കർത്താവിനെ തന്റെ ഭവനത്തിലേക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് ക്ഷണിച്ചു.
ഈ മനുഷ്യന്റെ വീട്ടിൽ കർത്താവ് വളരെ സന്തോഷത്തോടെ കടന്നു വരുന്നു. ഒരുപാട് പേര് ഭവനത്തിൽ കൂടിയിരിപ്പുണ്ട്. എന്നാൽ അവിടെ ഒരു സ്ത്രീ, അവളെ ഈ പരീശൻ വിളിച്ചു വരുത്തിയൊന്നുമല്ല, അവൾക്ക് ഇൻവിറ്റേഷൻ ഒന്നുമില്ല. എന്നാൽ കർത്താവ് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് ആ സ്ത്രീ അവിടേക്ക് കടന്നു വരുന്നു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. 7-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം, അതിന്റെ 44-ാം വാക്യം ഇങ്ങനെ നമ്മൾ കാണുന്നു. സ്ത്രീയുടെ നേരെ കർത്താവ് തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ കാണുന്നു. ഇതിനു മുമ്പുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ പരീശനായ മനുഷ്യൻ കർത്താവിന്റെ കാൽക്കൽ അവൾ ഈ പരിമള തൈലമൊക്കെ പൂശുന്ന സമയത്ത് അത് കണ്ടിട്ട് അവന്റെ ഉള്ളിൽ തന്നോട് തന്നെ പറയുന്നുണ്ട്, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവൾ എങ്ങനെയുള്ളവളാണെന്നും ഇവൾ ആരാണെന്നും തിരിച്ചറിഞ്ഞേനെ. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, കർത്താവിന് മനസ്സിലാകുന്നില്ല ഈ സ്ത്രീ ആരാണെന്ന്. അതുകൊണ്ടാണ് അവളെ തൊടുവാൻ അനുവദിക്കുന്നതും ഈ തൈലം പൂശാനൊക്കെ അനുവദിക്കുന്നത്. എന്നാൽ കർത്താവ് ഈ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. സ്ത്രീയുടെ നേരെ തിരിഞ്ഞിട്ട് സ്ത്രീയെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈ സ്ത്രീയെ നീ കാണുന്നുവോ? അതിന്റെ അർത്ഥം എന്താ അറിയോ? അതിന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. എന്താണ്? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാല് നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരീശൻ കാണേണ്ടത് കാണുന്നില്ല, കാണണ്ടാത്തത് കണ്ടതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തുകയാണ്. ഈ പരീശൻ കാണാത്തത് ആണ് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ കണ്ടത് നീ കാണുന്നുവോ എന്ന് പരീശനോട് ചോദിക്കുക. ഈ സ്ത്രീയെ കാണുന്നുവോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? കർത്താവിനറിയാം സ്ത്രീ അവൻ കണ്ടതാണ്. അവന്റെ ഉള്ളിൽ പറഞ്ഞതൊക്കെ കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവനോട് ഒരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് വളരെ അച്ചട്ട് ഉത്തരവും ആ മനുഷ്യൻ കൊടുക്കുന്നുണ്ട് കർത്താവിന് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ട് ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കും. ഞങ്ങളും ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് തിയോളജി എന്നൊക്കെ പറഞ്ഞ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ പഠിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന, ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കുവാൻ പ്രാപ്തിയുള്ള ഒരുപാട് പ്രസംഗകർ ഇന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ കുറ്റം പറയുകയല്ല. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയേണ്ടത്, ഈ പരീശനായ മനുഷ്യൻ അവന്റെ ഉത്തരം കറക്റ്റ് ആയിരുന്നു. കർത്താവ് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ചോദ്യോത്തരങ്ങൾ, അറിയേണ്ടുന്ന കാര്യങ്ങൾ, അക്കാഡമിക് ആയിട്ടുള്ള അറിവൊക്കെ ഈ മനുഷ്യനുണ്ടെങ്കിൽ പോലും അവന്റെ ഉള്ളിലെ കണ്ണുകൊണ്ട് അവന് കർത്താവിനെ ശരിയായ നിലയിൽ കാണുവാൻ സാധിക്കാഞ്ഞത് കൊണ്ടാണ് കർത്താവ് വന്നപ്പോൾ കർത്താവിന് കഴുകാൻ വെള്ളം കൊടുത്തില്ല, അവൻ കർത്താവിനെ ചുംബിച്ചില്ല. അതുപോലെ തന്നെ കർത്താവിന്റെ കാലിൽ ഇവൻ തൈലം പൂശിയില്ല. സാധാരണ വിശിഷ്ട വ്യക്തികളൊക്കെ യഹൂദന്മാരുടെയൊക്കെ ഭവനങ്ങളിൽ വരുമ്പോൾ അവർ ചെയ്യുന്ന 3 പ്രത്യേക കാര്യങ്ങളാണ്. ശിരസിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവൾ പാപി ആയതുകൊണ്ട്, അവളുടെ കുറ്റബോധം കൊണ്ട്, അവൾക്കൊരു യോഗ്യതയുമില്ല എന്ന് അവൾ സമ്മതിച്ചുകൊണ്ട്, അവളെ രക്ഷിപ്പാനായി നടന്നു വന്ന, സുവിശേഷവുമായി തന്റെ അടുക്കലേക്ക് കടന്നു വന്ന രക്ഷിതാവിന്റെ കാൽകൾ എത്രയോ മനോഹരം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാൽപാദങ്ങൾ അവളുടെ കണ്ണുനീര് കൊണ്ട് കഴുകി, അവളുടെ മുടി കൊണ്ട് അത് തുടച്ച് ആ കാൽപാദങ്ങളിൽ തൈലം പൂശുന്നത് നമുക്ക് കാണാം. തന്റെ രക്ഷിതാവിനെ കർത്താവായ യേശുക്രിസ്തുവിൽ കാണുവാൻ അവൾക്ക് സാധിച്ചു. അവളുടെ കണ്ണുകൊണ്ട് അവൾ കണ്ടത് ചുറ്റിനും ഇരുന്ന ആൾക്കാരെയല്ല. നമ്മൾ പള്ളിയിൽ പോകുമ്പോഴോ അവള് കണ്ടോ ഇട്ടേക്കുന്ന സാരി, അല്ലേ? നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ചർച്ചിൽ പോകുമ്പോൾ. കർത്താവിനെ മാത്രം കാണത്തില്ല. ഈ കർത്താവിനോടൊന്നും നമുക്ക് പറയാനായിട്ടില്ല. പള്ളിയിൽ പോവും, മീറ്റിങ്ങിന് പോവും, മറ്റ് കാര്യങ്ങളിലൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ. അച്ഛൻ എന്താണ് പറയുന്നത്, തെറ്റെന്തെങ്കിലും പറയുന്നുണ്ടോ,
അല്ലെ? പ്രസംഗിക്കുന്ന ആള് എന്തൊക്കെ തെറ്റ് വിളിച്ച് പറയുന്നു, ഇതൊക്കെ നോട്ട് ചെയ്തെടുക്കുക, എങ്ങോട്ട് നോക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ കാണേണ്ട ആളെ കാണാതെ പോകുന്ന ഒരു ജനസമൂഹം അല്ലെങ്കിൽ വിശ്വാസ സമൂഹമാണ് ഇന്ന് ലോകത്തിലുള്ളത്. നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരണം. മാറ്റം വരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണം. ഹൃദയത്തിന്റെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ ദൈവത്തെ, ദൈവത്തിന്റെ സൗന്ദര്യത്തെ, ദൈവത്തിന്റെ മഹത്വത്തെ അവൻ ഉള്ളതുപോലെ തന്നെ കാണുവാനും കർത്താവിന് കൊടുക്കേണ്ട തക്ക മഹത്വം കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ പോയി 1-2 മണിക്കൂർ വേസ്റ്റ് ആക്കി നമ്മൾ തിരിച്ച് ഭവനങ്ങളിലേക്ക് വരിക. ഭയങ്കര സംതൃപ്തിയാ, ഞാൻ ഇന്നും പോയല്ലോ പള്ളിയിലെന്ന്, അല്ലെങ്കിൽ ഞാൻ ഇന്നും പോയല്ലോ മീറ്റിങ്ങിനെന്ന്. ഒരു കാര്യവുമില്ല. കർത്താവിനെ എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, എന്റെ രക്ഷകനെ എനിക്ക് എന്റെ കർത്താവിനെ ദൈവവചനത്തിലൂടെ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഹൃദയത്തിലൂടെ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഞാൻ വെറുതെ പോയിരുന്ന് ഞാൻ കാണരുതാത്തതൊക്കെ കണ്ട് തിരിച്ചു വന്ന് എന്റെ ജീവിതത്തെ വൃഥാവാക്കി കളയുന്നതിലും എത്രയോ ഭേദമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. സങ്കീർത്തനക്കാരൻ അതുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഇന്ന് രാത്രി കർത്താവിനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 2025 ഒരുപാട് കാണണ്ടാത്തതൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വിഷമങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പുതിയ ആണ്ടിൽ എന്റെ കണ്ണിനെ കർത്താവെ നിയന്ത്രിക്കണമേ. എന്റെ കർത്താവെ, എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണമേ. അങ്ങയെ തിരുവചനത്തിലൂടെ കാണുവാൻ, അങ്ങയെ പ്രസംഗങ്ങളിലൂടെ കാണുവാൻ, അങ്ങയെ പ്രാർത്ഥനയിലൂടെ കാണുവാൻ, അങ്ങയോട് ഞാൻ സംസാരിക്കുമ്പോൾ ആത്മീകമായ എന്റെ കർത്താവിനെ കണ്ടുകൊണ്ട് അങ്ങയോട് സംസാരിപ്പാൻ ഈ പുതിയ വർഷത്തിൽ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കൂടെ കൂടെ പറഞ്ഞൊരു കാര്യമാണ്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കേൾക്കുന്നവൻ അനവധിയാ, പക്ഷെ കേൾക്കേണ്ടതുപോലെ കേൾക്കുവാൻ കഴിയാതെ പോകുന്ന ഒരുപാട് പേർ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക ഇന്നും. പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ജീവിതം നമ്മുടെ പഴയപടി തന്നെ മുമ്പോട്ട് പോകുന്നു. ജീവിതത്തിൽ പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ കാഴ്ചപ്പാടുകൾ തെറ്റായത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിപ്പാൻ സാധിക്കാത്ത നിലയിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും മറ്റുള്ളവരുടെ കുറ്റം പറച്ചിലും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വഷളാക്കി കളയുക. അങ്ങനെ കളഞ്ഞത് മതി. നമുക്ക് പുതിയൊരു വർഷത്തിലേക്ക് നാം കാൽവെച്ചിരിക്കുമ്പോൾ, കർത്താവേ, ഈ പുതിയ വർഷത്തിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കേട്ടോ, ചിലതൊക്കെ ചെയ്താൽ മതി. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പുറപ്പെട്ടാലും, ഒരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും വർഷത്തിന്റെ അവസാനം വരുമ്പോൾ സാക്ഷ്യം പറയും, ഞാൻ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ സാക്ഷ്യം പറഞ്ഞു, കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം, കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കഴിഞ്ഞ വർഷവും നടന്നില്ല. കർത്താവ് ഇനി ഒരു വർഷം കൂടെ എനിക്ക് തരികയാണെങ്കിൽ, അല്ലേ, കർത്താവിനെ നമ്മൾ ബ്രൈബ് ചെയ്യുക, ഒരു വർഷം കൂടെ തരികയാണെങ്കിൽ. എത്ര വർഷങ്ങൾ തന്നു ഇങ്ങനെ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 4:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ആരെ കൊണ്ടുപോയെന്ന് അറിയണം? നമ്മുടെ കർത്താവിനെ. ആരാ കൊണ്ടുപോകുന്നേ? പിശാച്. എന്താ കാണിക്കുന്നേ? ഈ ലോകത്തെയും അതിന്റെ മഹത്വത്തെയും. എന്നിട്ട് പറയുകയാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് ഞാൻ തരാം. നമുക്കറിയാം, കർത്താവ് വളരെ ബുദ്ധിപരമായിട്ടാണ് പിശാചിനോട് ഇടപെടുന്നത്. കർത്താവ് പിശാചിനോട് ഇടപെട്ടപ്പോഴെല്ലാം കർത്താവ് ഉപയോഗിച്ച ദൈവത്തിന്റെ വചനം. ഇത് ഇരുവായത്തിലുള്ള മൂർച്ചയുള്ള വാളിനേക്കാളും, ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്. യേശുവിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മുടെ കണ്ണ്
നമ്മൾ അരുതാത്തത് കാണുവാനായിട്ട് പിശാച് നമ്മളെ ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ, കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നാം ശക്തമായും വ്യക്തമായും പിശാചിനോട് പറയേണ്ട ഒരു കാര്യമാണ്, പിശാചെ, സാത്താനെ, എന്നെ വിട്ടുപോകും. എന്നിട്ട് ഇതും കൂടെ പറയണം, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവർ മനഃപ്പാഠം പഠിക്കണം എന്നൊക്കെ പറയുന്നതിന് സാരം ഇതാണ്. കുഞ്ഞുങ്ങൾ ഒരുപക്ഷെ അവരുടെ 10ഉം 12ഉം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ വിട്ട് ദൂരത്തേക്ക് പോകുന്നു. പ്രത്യേകിച്ച് ബാംഗ്ലൂരിന്റെ സ്ഥലത്ത് എത്രയോ കുഞ്ഞുങ്ങളാണ് വന്ന് പഠിച്ച് ഒരുപക്ഷെ ഒരുപാട് കുഞ്ഞുങ്ങള് വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കാണണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ കാണുന്നു. കാര്യം എന്താണ്? അവർക്ക് വചനം അറിയില്ല, വചനം ശരിയായ നിലയിൽ ഉപയോഗിക്കുവാൻ അറിയില്ല. പിശാച് അവരെ ചിലത് കാണിക്കുമ്പോൾ, സാത്താനെ, എന്നെ വിട്ടുപോ എന്ന് ധൈര്യമായി പറയുവാൻ ആത്മീക കാഴ്ചപ്പാട് കുഞ്ഞുങ്ങൾക്കില്ല. ഇതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമ്മെ ദൈവം സഹായിക്കട്ടെ. പിശാച് കർത്താവിനെ ചിലത് കാണിക്കുവാൻ ശ്രമിച്ചപ്പോൾ പിശാച് നാണം കെട്ടുപോയി. നമ്മുടെയും ജീവിതത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പിശാച് പല ആവർത്തി നമ്മെ ചിലതൊക്കെ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൽ തോറ്റുപോകരുത്. ഉടനെ തന്നെ നമുക്ക് കർത്താവിനെ ഓർമ്മ വരണം, നമ്മൾ കർത്താവിനെ കാണണം. അങ്ങനെ കർത്താവിനെ കണ്ടുകൊണ്ട് സാത്താനോട് പറയണം, സാത്താനെ, നീ എന്നെ വിട്ടുപോകും. ധൈര്യമായിട്ട് പറയുവാൻ ഉള്ള ചങ്കൂറ്റം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകണം. ആ വിധത്തിൽ ദൈവവചനം നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും അയവിറക്കുകയും ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരൻ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ശിഷ്യന്മാരെ ഇവിടെ കർത്താവാണ് ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവരുടെ മുമ്പാകെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. 17:5 നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ഉണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും കർത്താവിനോടൊപ്പം നമ്മുടെ യാത്ര തുടരുകയും ചെയ്യുന്ന ദൈവമക്കൾക്ക് കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കും, തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി കൊടുക്കും. ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ നാം നിരന്തരം ചെയ്തു പോരേണ്ട ഒരു പ്രത്യേക സംവിധാനമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്കും, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയ്ക്കും വേദ പഠനത്തിനും ഒരു വിഘ്നവും കൂടാതെ കാത്തു സൂക്ഷിക്കണം. കർത്താവിനോടൊപ്പമായിരിക്കണം നമ്മുടെ യാത്ര. അങ്ങനെ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുന്നവരെ കർത്താവ് ഒരു വിശേഷമായ രീതിയിൽ തന്റെ മഹത്വത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും എന്ന് കാണുവാനായിട്ട് നമുക്കിടയായിത്തീരും. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഒരിക്കലും വീണായി പോകുകയില്ല. ദൈവവചനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ ദിവസങ്ങളിലും സ്വർഗത്തിലെ ദൈവം ചിലരെയൊക്കെ കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച തീരദേശത്തൊക്കെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ഒരു ചെറുപ്പക്കാരനായ പയ്യൻ കർത്താവിനെ സ്വന്തം കർത്താവുമായി സ്വീകരിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച അതേ സ്ഥലത്തുള്ള ബൈബിൾ സ്റ്റഡിയിൽ ഒരു പ്രിയ മകളും കർത്താവിനെ സ്വന്തം കർത്താവുമായി സ്വീകരിപ്പിക്കുന്നത് കാണുവാൻ കർത്താവ് കൃപ നൽകി. ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അവരെ പ്രത്യേകിച്ച് ധൈര്യപ്പെടുത്തിയ സമയത്ത് അവരോട് പറഞ്ഞു കൊടുത്ത വളരെ വ്യക്തമായ ചില കാര്യങ്ങളാണ്, നമ്മൾ കർത്താവിനോട് കൂടെ സഞ്ചരിക്കണം. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുത്തതിൽ എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുകയുണ്ടായി. അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഉറക്കം ഉണർന്ന് കണ്ണു തുറന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തുവാ? മൊബൈൽ നോക്കുക, അല്ലെ? സാധാരണ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് വിചാരിക്കുന്നു. സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ശ്വാസം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മൊബൈൽ ഇല്ലെങ്കിൽ നമുക്ക് ശ്വാസം നിന്നതുപോലെ. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഞാൻ ചെയ്തു പോരുന്നത്,
അത് ഞാൻ ഉറക്കം ഉണരുന്ന സമയം ഞാൻ കണ്ണു തുറക്കത്തില്ല. കണ്ണു തുറക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ കർത്താവിനോട് സംസാരിച്ചിട്ട് മാത്രമേ ഞാൻ കണ്ണു തുറന്ന് ആ കിടക്ക വിട്ട് വെളിയിലേക്ക് വരത്തുള്ളൂ. ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ കണ്ണടച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ തന്നെ എനിക്ക് എൻ്റെ കർത്താവിനോടാണ് ആദ്യം മിണ്ടേണ്ടത്. എൻ്റെ കർത്താവിനോട് സംസാരിച്ചിട്ട് മതി ഈ ലോകത്തിലെ ആരോടും എനിക്ക് മിണ്ടുവാൻ. എൻ്റെ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനം എൻ്റെ കർത്താവിനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കത് പതിവാക്കാൻ നമുക്ക് സാധിച്ചെങ്കിൽ എന്ന് ഞാൻ ഈ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, പുതിയ വിശ്വാസികളോട്. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അനുഭവമായി തീർന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള വ്യക്തി ലോകത്തിലുണ്ടായാലും അവരെക്കാൾ എല്ലാം ഏറ്റവും ശ്രേഷ്ഠനായവൻ, എനിക്ക് ഏറ്റവും പ്രിയനായവൻ എൻ്റെ കർത്താവാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആ ദിവസം തുടങ്ങുമ്പോൾ ആദ്യമായി സംസാരിക്കുന്നത് എൻ്റെ കർത്താവിനോടായിരിക്കണം എന്നൊരു നിർബന്ധം നമ്മൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതോടൊപ്പം തന്നെ ദൈവവചനത്തിന്റെ വായനയും പഠനവും വ്യക്തിപരമായി നാം എല്ലാവരും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യമാണ്. ആത്മീയമായി ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരുന്നത്, കർത്താവിന്റെ മഹത്വത്തെ കാണിച്ചു തരുന്നത്? കർത്താവിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് കർത്താവിനോട് കൂടെ നടക്കുവാൻ സാധിച്ചെങ്കിൽ കർത്താവിന്റെ മഹത്വം നമുക്ക് വെളിപ്പെട്ട് കാണും. നമ്മുടെ കണ്ണുകൊണ്ട് കർത്താവിനെ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഇനി പെട്ടെന്ന് ഞാൻ ചില കാര്യങ്ങൾ, ഇതിലെല്ലാം ചില കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചില മെസ്സേജുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിനോട് ബന്ധത്തിൽ വളരെയധികം എന്താ പറയുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉത്തേജനം നൽകുന്നതായതുകൊണ്ട് ഞാൻ ഈ ഭാഗം കൂടെ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അബ്രഹാം കർത്താവിന്റെ അരുളപ്പാട് അനുസരിച്ച് പുറപ്പെട്ട് ഊർ എന്ന ദേശത്തിൽ നിന്ന് പുറപ്പെട്ട് കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശം. നാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്? പിശാച് കാണിച്ചു തരുന്നതാണോ? പിശാച് കാണിച്ചു തരുന്നതൊക്കെ ഈ ലോകവും അതിന്റെ മഹത്വവുമായിരിക്കും. ലോകത്തിലുള്ളതിൽ മഹത്വം കണ്ടെത്തുന്നുവെങ്കിൽ, ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഭൗമികമായ നശ്വരമായ എന്തെങ്കിലും സാധനങ്ങളിലോ വ്യക്തികളിലോ നാം മഹത്വം കാണുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് കാണിച്ചു തരുന്ന പിശാചാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് കർത്താവിന്റെ മഹത്വത്തെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവും. നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പുരോഗമനം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയുണ്ടാകും. ഇവിടെ 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 13-8 ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കം ഉണ്ടാകരുതേ. നാം സഹോദരന്മാരല്ല. ദേശമെല്ലാം നിന്റെ മുൻപാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. 10-ാം വാക്യം. അപ്പോൾ ലോത്ത് നോക്കി. അബ്രഹാം പറഞ്ഞപ്പോൾ ലോത്ത് സ്വയമായി നോക്കുക. ഇന്ന് വിവാഹപ്രായമാകുന്ന സമയത്ത് നമുക്ക് എന്നൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ കുഞ്ഞുങ്ങള് അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോണ്ട് വരിക, നമ്മൾ വിവാഹം നടത്തി കൊടുക്കുക. എത്രയോ കുടുംബങ്ങളാണ് ശിഥിലീകരിക്കപ്പെട്ടു പോകുന്നത്. കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ കാണുന്ന മറ്റു പലതുമായ എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളായ നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. അതും ദൈവഭയത്തിൽ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം കാണിക്കുന്നയാളെ. ഇസ്ഹാക്കിന്റെ വിവാഹം അങ്ങനെയായിരുന്നു. ഇസ്ഹാക്കിന് വിവാഹ സമയമായപ്പോൾ നമുക്കറിയാം, അബ്രഹാം തന്റെ ദാസനെ പറഞ്ഞു വിടുക. എന്തിനാ? ഒരു പെൺകുട്ടിയെ, അതായത് വേറെ എങ്ങൊന്നും വേണ്ട, അന്യജാതികളിൽ നിന്ന് വേണ്ട, ദൈവ ഭയമുള്ളൊരു ദൈവ പൈതലിനെ മതി. നമുക്കറിയാം അങ്ങനെയാണ് ഇസ്ഹാക്കിന്റെ വിവാഹമൊക്കെ നടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ലോത്ത് നോക്കുക. ലോത്ത് സ്വയമായിട്ട് നോക്കുക. നമ്മൾ സ്വയമായിട്ട് നോക്കുമ്പോൾ കാണുന്നത് എന്തായിരിക്കും എന്ന് അറിയാമോ?
യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. അപ്പൊ ലോത്ത് നോക്കിയപ്പോൾ ലോത്ത് കാണുന്നത് എന്താണ്? കണ്ണിന് കാണാൻ നല്ലത്. യഹോവ സൊദോമിനെയും ഗോമോറയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തെരഞ്ഞെടുത്തു. ഇങ്ങനെ ലോത്ത് കിഴക്കോട്ട് യാത്രയായി. അവർ തമ്മിൽ പിരിഞ്ഞു. 13:12 നമ്മളിങ്ങനെ വായിക്കുന്നു, അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു. സോദോം വരെ കൂടാരം നീക്കി അടിച്ചു. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു. നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കണ്ണിന് കൊള്ളാവുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണേ. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടല്ലേ. നമുക്കറിയാം, ഈ മീനെ പിടിക്കാനായിട്ട് ചൂണ്ടയിടുന്ന സമയത്ത് ഈ ചൂണ്ടയുടെ അറ്റത്ത് ചൂണ്ട മാത്രം ഇട്ടാൽ മീൻ ഒരിക്കലും കൊത്തത്തില്ല. കൊത്തുവോ? ഇല്ല. ഈ മീനിന്റെ ആപ്പിറ്റൈറ്റ് അനുസരിച്ച് വേണം ചൂണ്ടയിടാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തൊരു വരയെ കോർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ ഈ മീൻ കാണുന്നത് ചൂണ്ട കാണത്തില്ല. ചൂണ്ട മാത്രമായിട്ട് കണ്ട മീൻ ഒരിക്കലും കൊത്തത്തില്ല. പക്ഷേ ഈ ചൂണ്ടയ്ക്ക് മുകളിലൂടെ അതിന്റെ ആവരണമായിട്ട് ഒരു വരയെ കാണുമ്പോൾ കയറി ചാടി പിടിക്കും. പിടുത്തം ചൂണ്ടയിലായിരുന്നു. പിശാചിന്റെ വലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീണു പോകുന്ന അങ്ങനെയാണ്. അവരെ പഠിപ്പിക്കണം, അവരെ ദൈവ വഴിയിൽ കൊണ്ടുവരണം. അവരുടെ ആത്മീയ കണ്ണുകളെ തുറക്കുവാൻ നാം സഹായിക്കണം. അതിന് നമ്മുടെ കണ്ണാദ്യമേ തുറക്കണം ആത്മീയമായി. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളെ ആ വിധത്തിൽ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 14-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 13:14. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞതിന് ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തു. യഹോവ അബ്രാമിനോട് പറയുന്നതാണ്, ശ്രദ്ധിച്ചോണം. അബ്രാമിനോട് പറയുകയാണ്, തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഇവിടെ കാണിച്ചു കൊടുക്കുന്ന ആരാ? സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും തിന്മയ്ക്ക് കാരണമായി തീരുകയില്ല. അത് 100% ഉറപ്പാണ്. ദൈവം കാണിച്ചു തരുന്നവരെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ. നാം നോക്കി നീരോട്ടമുള്ളതിനെ കണ്ടുപിടിച്ച് അതിൻ്റെ കൂടെ പറഞ്ഞു വിട്ടോ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മൾ പാഴാക്കി കളയുക. എന്നാൽ ദൈവത്തോട് അന്വേഷിച്ചിട്ട് നമ്മൾ എത്ര പേർ ഒരു തീരുമാനത്തിലേക്ക് വരുന്നു? ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, ജോലി തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ പഠനം തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, വിവാഹത്തിനുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ, ഈ തിരഞ്ഞെടുപ്പിലൊക്കെ കർത്താവ് കാണിച്ചു തരുന്നതാണോ നാം കാണുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനാണോ നമ്മുടെ ഹൃദയം നമ്മളെ പ്രേരിപ്പിക്കുന്നത്? അതോ നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാനാണോ? നമ്മളെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കർത്താവേ, എന്റെ ഇഷ്ടമല്ല, അല്ലേ? കർത്താവ് പോലും ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ച എങ്ങനെയാണ്? എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. പാപം ഒരു ലെവലേശമില്ലാത്ത കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ പാപം നിറയുള്ള നമ്മളൊക്കെ എന്തുമാത്രം പ്രാർത്ഥിക്കണം? കർത്താവെ, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും എന്റെ ഉള്ളിലും ആകണമേ. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, നീ നോക്കുക. 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. നശിച്ചു പോകുന്നതല്ല കർത്താവ് നമുക്ക് തരുന്നത്. കർത്താവ് തരുന്നത് എന്തായിരിക്കും? ശാശ്വതമായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് കർത്താവ് കാണിച്ചു തരുന്ന കാണുവാൻ, കർത്താവെ, എൻ്റെ കണ്ണ് തുറക്കണമേ, എൻ്റെ കണ്ണിനെ അവിടെ തുറപ്പിക്കണമേ എന്ന് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ. എന്നിട്ട് അതിനുശേഷം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ അബ്രാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശ്രദ്ധിച്ചോണം, ഒരു യഥാർത്ഥ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈതൽ അവൻ എവിടെയായിരുന്നാലും അവനൊരു യാഗപീഠം ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ നേരത്തെ ഓർപ്പിച്ചത്. കർത്താവുമായിട്ടുള്ളൊരു അടുത്ത ബന്ധം നമുക്ക് എപ്പോഴും വ്യക്തിപരമായിട്ടുണ്ടായിരിക്കണം. ഞാൻ ഓർപ്പിച്ച പോലെ നമ്മൾ കിടക്കുന്നതിന് മുമ്പേ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും
നാം ആദ്യമായും അവസാനമായും സംസാരിക്കേണ്ടത് മറ്റാരോടുമായിരിക്കരുത്, നമ്മുടെ കർത്താവിനോടായിരിക്കണം. അങ്ങനെ ദിവസം ഒന്ന് ആരംഭിച്ചു നോക്കിയേ, അങ്ങനെ ദിവസം ഒന്ന് അവസാനിപ്പിച്ചു നോക്കിക്കേ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമല്ല. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് കർത്താവ് കാണിച്ചു തരുന്നത് മാത്രം കണ്ട് അതിനെ മാത്രം പിൻപറ്റി യഹോവയുടെ ഇഷ്ടം നിറവേറ്റുന്നവരായി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. യാതൊരു സംശയമില്ല. അബ്രഹാമിന്റെ ഒരു രീതിയായിരുന്നു പോകുന്നിടത്തൊക്കെ യാഗപീഠം പണിയുക. ലോകത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെ വായിക്കുന്നില്ല. എന്നിട്ട് നമ്മള് എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 2:9 നമ്മൾ ഇങ്ങനെ കാണുന്നു, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്ന യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. നാം ഈ കർത്താവിനെ ഇന്ന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നുണ്ടോ? നമ്മുടെ പാട്ടുകളിൽ, നമ്മുടെ പ്രസംഗങ്ങളിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കർത്താവിന്റെ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? അതോ ലോകത്തിലെ ഇൻപങ്ങളുടെ പിന്നാലെയാണോ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപത്തിലാണോ നമ്മുടെ ജീവിതം നാം മുൻപോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്? ലോത്തിനെ പോലെ നമുക്കറിയാം ലോത്തിന് പറ്റിയ അബദ്ധം. അവൻ ഈ നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ചൂണ്ട കാണുവാൻ അവന് സാധിച്ചില്ല. എങ്കിലും കർത്താവ് കരുണ കാണിച്ച് അവനെ അവിടുന്ന് ഓടിപ്പിച്ചു വിട്ടു. അവസാനം നമുക്കറിയാം ലോത്തിന്റെ ഭാര്യയ്ക്ക് അവിടെ വിട്ടുപോരുവാൻ അവൾക്ക് സാധിച്ചില്ല. അത്രമാത്രം ലോകവുമായിട്ട് ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു അവൾ. നാം വിശ്വാസികളെന്ന് അഭിമാനിച്ചിട്ട് ഈ ലോകവുമായിട്ട് ഇഴുകിച്ചേർന്ന് കഴിയുകയാണെങ്കിൽ, ലോകത്തിനെ പോലെ ഒരുപാട് സമ്പാദ്യങ്ങൾ സമ്പാദിച്ചു കൂട്ടി നമ്മുടെ ജീവിതത്തെ വീണായി പൊക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാനത്തിൽ ലോത്തിനെ പോലെ ദുഃഖിക്കേണ്ടി വരും. എല്ലാം ഇട്ട് കളഞ്ഞേച്ച് ഒരു നിമിഷം കൊണ്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നിട്ടോ തൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി അവൾ ഉപ്പുതൂണായി തീർന്നു. ജീവിതത്തിൽ സങ്കടങ്ങളല്ലാതെ, നഷ്ടങ്ങളല്ലാതെ സംഭവിക്കുകയില്ല ലോകത്തിന്റെ പിന്നാലെ പോയാൽ. നമ്മളൊരു പാട്ട് എപ്പോഴും പാടാറുണ്ടല്ലോ, മണ്ണെ പ്രതി മാണിക്യം വെടികയില്ല ഞാൻ. മണ്ണെ പ്രതി മാണിക്യം വെടിയല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിപ്പിക്കാം. ഞാൻ ഒരു വാക്യം, ചെറിയ ഒരു ഉദാഹരണമാണ്, ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിനകത്ത് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് അത് ഞാൻ ഈ ചോദിക്കുന്നതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാവും. പലരും പറഞ്ഞാലും സന്തോഷമാണ്, ഒരാൾ പറഞ്ഞാലും സന്തോഷമാണ്. വാക്യം ഇതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബൈബിള് കയ്യിലുണ്ടല്ലോ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. നമുക്കൊക്കെ അറിയാവുന്നൊരു വാക്യം, കാണാൻ അറിയാവുന്നൊരു വാക്യമാണ്. 1 യോഹന്നാൻ 3:1. അവിടെ തുടങ്ങുന്നത് എങ്ങനെയാണ്? കാൺമീൻ. തുടങ്ങുന്നത് കാൺമീൻ. വാക്യം ഇങ്ങനെയാണ്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട് നമ്മയും അറിയുന്നില്ല. ചോദ്യം ഇതാണ്, എന്താണ് കാണേണ്ടത്? ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം എന്താണ് കാണേണ്ടത്? കാൺമീൻ. ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ. സ്നേഹം. ദൈവത്തിന് സ്തോത്രം. ആരത് പറഞ്ഞേ? മറിയാമ്മ. ഓക്കെ, വളരെ സന്തോഷം. പക്ഷെ ഈ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാൺമീൻ, നാം ദൈവമക്കളെന്ന് കാണാൻ നമുക്ക് ഒരുപാട് സന്തോഷം അല്ലേ? കാൺമീൻ, നാം ദൈവമക്കളെന്ന്. പക്ഷെ ദൈവനും പറയുന്നത് പ്രിയാന്റി പറഞ്ഞ പോലെ ശ്രേഷ്ഠവും മാന്യവുമായ, ദൈവസന്നിധിയിൽ മാന്യമായ, അല്ലെങ്കിൽ ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് തൻ്റെ പൊന്നോമന കുമാരനായിരുന്നു. ആ കുമാരനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ആ സ്നേഹത്തെക്കാൾ വലിയത് ഒന്നും നമുക്ക് കാണുവാനില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഈ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമുക്കൊരിക്കലും അങ്ങനെ ഒരു പേരിന് യോഗ്യരായി തീരുവാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു. ഈ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ഈ പിതാവ് തന്റെ സ്നേഹം വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ എത്ര പേര് ഈ സ്നേഹത്തെ കാണുന്നുണ്ട്? ഈ സ്നേഹത്തെ കാണുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാൺമീൻ, എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കും. ഒരു ഭാഗം കൂടെ പെട്ടെന്ന്
1 പത്രോസ് 2-ന്റെ 4-ാം വാക്യം മുതലുള്ള ചില വാക്യങ്ങൾ വായിച്ചിട്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കും. അവിടെ 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പത്തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. 2:6 നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു കല്ല്, മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവഴുത്തിൽ കാണുന്നുവല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും തിരുവഴുത്തിൽ നിന്ന് കേട്ടിട്ടും കണ്ടിട്ടുമാണല്ലോ ഇന്ന് ഈ കർത്താവായ യേശുക്രിസ്തു വിശ്വസിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ഇവിടെ വായിക്കുകയാണ്: അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് നാം കാണുന്നുവല്ലോ. 7-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. എന്താണെന്നറിയാമോ? ലോകം തള്ളിക്കളഞ്ഞ കല്ല്, ലോകത്തിന്റെ കണ്ണിൽ ഒരു ഉപയോഗവുമില്ലാത്ത ഒരു കല്ലായിട്ടാണ് നമ്മുടെ കർത്താവിനെ ലോകത്തിന് കാണുവാനിടയായത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവനെ കൈക്കൊണ്ടില്ല. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. എന്നാൽ നമ്മൾ കാണുന്നു, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ വിലയേറിയതും ദൈവത്തിന് ശ്രേഷ്ഠമായ കല്ല്, ദൈവത്തിന് ഇത്ര പ്രിയമായവൻ. നമുക്കറിയാം, കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. മറുരൂപമലയിൽ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിന്, സ്വർഗത്തിലെ ദൈവത്തിന്, പിതാവിന് ഇത്രയും പ്രിയനായ മറ്റൊരാളില്ല. അവനെ ഇന്ന് നമുക്കും പ്രിയനായി കാണുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറന്ന നമ്മുടെ കർത്താവ് ഈ ദൈവത്തിൽ എഴുതി വെച്ചിരിക്കുക: വിശ്വസിക്കുന്ന നിങ്ങൾക്കും ആ മാന്യതയുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഈ കല്ലിനെ ലോകം തള്ളിക്കളഞ്ഞപ്പോൾ, നമ്മൾ ഒരു കാലത്തൊക്കെ തള്ളിക്കളഞ്ഞതായിരുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുകയും കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ രക്ഷ സാധ്യമാക്കുകയും ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരുപോലെ അഭിമാനിക്കാൻ സാധിക്കും. നമുക്കും ഈ മാന്യതയുണ്ട്. എന്താണ് മാന്യത? സ്വർഗത്തിലെ ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായവനെ ശ്രേഷ്ഠവും മാന്യവുമായി കാണുവാൻ എന്റെ കർത്താവെ, എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ അങ്ങ് തുറന്നല്ലോ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നാൽ മറന്നു പോകണ്ട, ഇന്ന് രാത്രിയിൽ ഈ കൂടിവരെ അവസാനിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരായ എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ മഹത്വം കാണുവാൻ, അങ്ങയോടൊപ്പം സഞ്ചരിക്കുവാൻ, അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ വചനം പഠിക്കുവാൻ ഈ പുതിയ വർഷത്തിൽ പുതിയൊരു തീരുമാനത്തോടെ എന്റെ കർത്താവിന്റെ മഹത്വത്തെ അങ്ങ് മഹത്വവും തേജസ്സും ധരിച്ചവനായി, ബഹുമാനവും അണിഞ്ഞവനായി കാണുവാൻ, അത് ദിനം പ്രതി കാണുവാൻ, സഭയിൽ കാണുവാൻ, പ്രസംഗത്തിൽ കാണുവാൻ, ബൈബിൾ വായനയിൽ കാണുവാൻ, പ്രാർത്ഥനയിൽ കാണുവാൻ, പാട്ടിൽ കാണുവാൻ, എന്റെ ജീവിതം മുഴുവനും അങ്ങയെ കണ്ടുകൊണ്ടേ, അങ്ങയുടെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കാൻ എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥനയും അതായിരുന്നല്ലോ: കർത്താവേ, അവിടുത്തെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. ഈ സങ്കീർത്തനക്കാരൻ കർത്താവിന്റെ ആലയത്തിൽ വസിപ്പാൻ ആഗ്രഹിച്ചു ജീവകാലമൊക്കെയും. എന്തിനായിരുന്നു അറിയാമോ? ദൈവത്തിന്റെ മനോഹരത്വം കാണുവാൻ. അവൻ എത്രയോ സുന്ദരനാണ്, 1000-10,000 സുന്ദരനാണ്. ഈ കർത്താവിനെ കൺകുളിർക്ക് കണ്ട് നമ്മുടെ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. 2026 നമുക്ക് വളരെ അനുഗ്രഹത്തിന് കാരണമാക്കി തരും സ്വർഗത്തിലെ ദൈവം. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മാത്രം മഹത്വം.